ഹായ്, ഷജീർ കളരിക്കൽ, ടോല ഷോട്ടക്കൻ കരാട്ടെ അസോസിയേഷൻ ഇൻ്റർനാഷണൽ കോച്ച്. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് വ്യായാമം എന്തിന് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ വ്യായാമം എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് ഞാൻ നന്നായി അധ്വാനിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ചിലർ പറയും എനിക്ക് അമിത ഭാരമൊന്നുമില്ല, ഞാൻ കൃത്യമായി എൻ്റെ ഐഡി വെയ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പലരും. ചിലർ പറയും ഞാൻ ഭക്ഷണ രീതി വളരെ ക്രമീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് വ്യായാമത്തെക്കുറിച്ച് പറയുമ്പോൾ പലരുടെയും ഈ കൺസെപ്റ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യായാമം അമിതഭാരം ഉള്ളവരെ അത് കുറയ്ക്കാനുള്ളൊരു പ്രോസസ്സിങ് അല്ല. പലപ്പോഴും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ അമിതഭാരം കുറയ്ക്കാൻ, വെയിറ്റ് ലോസിന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ടിപ്സ് ഉള്ളത് എന്ന രീതിയിൽ എളുപ്പത്തിൽ. അത് മാത്രമല്ല, നമ്മൾ പല രീതിയിലും ഒരു ഓഫറും സ്കീമും നൽകുന്ന പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ സജീവമായിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് വയറ് കുറയ്ക്കാം, നിങ്ങൾക്ക് 20 ദിവസം കൊണ്ട് വയറ് കുറയ്ക്കാം, നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് വയറ് കുറയ്ക്കാം എന്നെല്ലാം രീതിയിൽ. എന്നാൽ അതൊരു വയറോ അതല്ലെങ്കിൽ അമിതവണ്ണോ കുറയ്ക്കാനുള്ള പ്രോസസ്സിങ് മാത്രമല്ല വ്യായാമം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജിമ്മിൽ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാർഡിയോ മുതൽ ഈ സ്ട്രെച്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണ് നമ്മുടെ വർക്കൗട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് കൃത്യമായും കൊണ്ട് പിന്നീട് ഒരിക്കലും വീഡിയോയിൽ ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യായാമം എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദൈനംദിനമായിട്ട് നമ്മൾ ഇടപെടേണ്ടതും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. പലരും പറയുന്നത് ഞാൻ കുറേ അധ്വാനിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എത്രയും ഭക്ഷിക്കാം എന്നുള്ളതാണ് കാരണം പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയും ഭക്ഷിക്കാം, പക്ഷെ എന്ത് ഭക്ഷിക്കണം, തൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്ത് എന്നുള്ളതാണ്. ഈ എക്സസൈസിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് മുതൽ ആംഗിൾ വരെ ചെയ്യുന്നത് ഡൈനാമിക് മൊബൈലിറ്റി എന്ന് പറയും. നമ്മുടെ ജോയിൻറ്റ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്, നമ്മുടെ ഞരമ്പുകളുടെ ഉണർവിന്, നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത്തിന്, ബോണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന മസിൽസിൻ്റെ സ്ട്രെങ്ത്തിന്, ഇങ്ങനെ തുടങ്ങുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഈ വ്യായാമം എന്നുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പതിവായി നമ്മൾ ചെയ്തു വരേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ആരോഗ്യത്തിൽ അശ്രദ്ധരാണ് എന്നുള്ളതാണ്. അതിന് നമ്മൾ ആരും അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയോ ആ നിത്യവ്യായാമ ജീവിതത്തിൽ നമ്മളെ ക്രമപ്പെടുത്തിയെടുക്കാൻ നമ്മൾ അശ്രദ്ധരാകുകയാണ് ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൗന്ദര്യം വളരെ ശ്രദ്ധിക്കുന്നു. നന്നായി നമ്മുടെ ഈ മറ്റേ ഹെയർ കട്ടിങ് നടത്തുന്നു, നന്നായി നമ്മുടെ മുഖം മിനുക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ലിപ്സ്റ്റിക്ക്, അതോടൊപ്പം തന്നെ മറ്റു മേക്കപ്പ്, ഇതെല്ലാം നടത്തി വളരെ സൗന്ദര്യവതികളായി കൊണ്ട് അവർ മുന്നോട്ട് ഇറങ്ങുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ രീതിയിൽ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ്. കാരണം മേക്കപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടാകുന്ന അപകടക്കുറിച്ച് മറ്റൊന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് പലരും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ പലരും പറയുന്നുണ്ട്. പല ഡോക്ടർമാർ പോലും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് വെജിറ്റബിൾ ആകട്ടെ, ഫ്രൂട്ട്സ് ആവട്ടെ, എല്ലാം ഇന്ന് ഈ വിഷാംശങ്ങൾ അടങ്ങിയതാണ് നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരു വിഷാംശവും അടങ്ങാതെ ഈ ദൈനംദിനമായിട്ട് നിത്യവും നമ്മുടെ ശരീരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പോലും അവർക്ക് ശരീരത്തിൻ്റെ അകത്തേക്ക് ഇറക്കാൻ അനുവാദപ്പെട്ടായിരുന്നു ഉമിനീര്. ആ ഉമിനീര് പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ടിൽ പുരട്ടുന്നതോട് കൂടിയിട്ട് എന്താ സംഭവിക്കുന്നത്, ആ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആ അനിവാര്യമായ ആ ഉമിനീരിൽ പോലും നമ്മൾ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവർ തിരിച്ചറിയാനുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധരാണ്. നമ്മുടെ സൗന്ദര്യം നമ്മൾ ശ്രദ്ധിക്കുന്നു, നല്ല വസ്ത്രം നമ്മൾ വാങ്ങുന്നു, നല്ല പാർപ്പിടം നമ്മൾ നിർമ്മിക്കുന്നു, നല്ല വാഹനം നമ്മൾ വാങ്ങിക്കുന്നു, ഈ രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നല്ല പാർപ്പിടങ്ങളോ, നല്ല വാഹനങ്ങളോ, നല്ല വസ്ത്രങ്ങളോ, നല്ല സൗന്ദര്യവുമായി നമ്മൾ നടക്കുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് നന്നായി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കാതെ വരൂ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മുടെ നിത്യവ്യായാമം മസ്റ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഡൈനാമിക് മൊബൈലിറ്റി. ഈ ഡൈനാമിക് മൊബൈലിറ്റി അത് ജിമ്മിൻ്റെ വർക്കൗട്ടിൽ പോയാലുണ്ട്. അത് മാർഷൽ ആർട്സിലെ കളരി ആകട്ടെ, കിക്ക് ബോക്സിംഗ് ആവട്ടെ, കരാട്ടയാകട്ടെ, ഏത് മാർഷൽ ആർട്സിൽ പോയാലും ഈ ഡൈനാമിക് മൊബൈലിറ്റി ചെയ്യുന്നു. കാരണം അത് ശരീരത്തിന് ആവശ്യമാണ്, നമ്മുടെ ബോഡി ഫിറ്റ്നസ്സിന് ആവശ്യമാണ്, നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത്തിന് ആവശ്യമാണ്, നമ്മുടെ ബോണിൻ്റെ കരുത്തിന് ആവശ്യമാണ് ഈ വ്യായാമം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് അധ്വാനിക്കുന്നത് കൊണ്ട് എനിക്ക് ധാരാളം തിന്നുക എന്നുള്ളതല്ല. അധ്വാനം ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യത്തിന് നിലനിൽപ്പിനോ ആരോഗ്യത്തിൻ്റെ ശാക്തീകരണത്തിനോ മുതൽക്കൂട്ടല്ല അധ്വാനം എന്നുള്ളത്. ഒരു പക്ഷേ അത് നിങ്ങൾ ഭക്ഷിക്കുന്ന
ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ആ കലോറിയുമായി ബന്ധപ്പെട്ട് ആ കലോറി മാനേജ്മെൻറ്റിന് ഒരു പക്ഷേ നിങ്ങൾ എടുക്കുന്ന കലോറിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒരു പക്ഷേ പറ്റുന്നതായിരിക്കാം ആ അധ്വാനം. പക്ഷെ അധ്വാനം ഒരിക്കലും എന്തല്ല നമ്മുടെ ഈ വ്യായാമമായി ബന്ധിപ്പിക്കരുത്. പലരും കണ്ടെത്തുന്ന ഒരു കാരണം അതാണ്. കാരണം എനിക്ക് ചിലർ പറയുന്നത് അതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് പറയാറുണ്ട്, എത്ര ആരോഗ്യം സംരക്ഷിച്ചാണെന്താ ഞങ്ങൾ മരിച്ചു പോകാനുള്ള തടിയല്ലേ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നത് ഒരിക്കലും നമ്മൾ മരിച്ചു പോകാതിരിക്കാനല്ല. നമ്മുടെ മരണസമയം വരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആസ്വദിക്കേണ്ട ജീവിതം മനോഹരമായി നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട്. അതിൽ വലിയൊരു ഘടകം തന്നെയാണ് ഈ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യം നഷ്ടപ്പെട്ടാലേ നമുക്കതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ലോകത്തിൻ്റെ സർവ്വതും പിടിച്ച് കീഴടക്കിയിട്ടും അത് ആസ്വദിക്കാൻ കഴിയാത്ത മനുഷ്യർ ഈ ലോകത്ത് ഒരുപാടുണ്ട്. ഇന്നും നമുക്കറിയാം എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് വെന്റിലേറ്ററിൽ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സിസ്റ്റങ്ങൾ തന്നെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഓക്സിജൻ ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, ഈ പ്രപഞ്ചം നാദം തന്നുകൊണ്ട് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ ഒരു പക്ഷേ ഈ നല്ല രീതിയിലേക്ക് ഓക്സിജൻ ശ്വസിക്കാൻ കഴിയാതെ വെന്റിലേറ്ററിൽ കഴിയുന്ന ദുരവസ്ഥയിലുള്ള ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മരണസമയം വരെ നമുക്ക് ഈ ലോകത്ത് മനോഹരമായി ജീവിക്കാൻ നമ്മുടെ ആരോഗ്യം മസ്റ്റാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ അശ്രദ്ധരാവാതിരിക്കുക. അതുകൊണ്ട് അതിന് നമ്മൾ നിത്യവ്യായാമത്തിൽ മുഴുകുക എന്നുള്ളത് നമ്മുടെ അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഒന്നാണ് നിത്യവ്യായാമം. ആ നിത്യവ്യായാമം എങ്ങനെ ചെയ്യണം, എന്തിനു ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് തുടർ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നതായിരിക്കും. എൻ്റെ പ്രേക്ഷകർക്ക് നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.